വരട്ടെ. ടോവിയെ, നീ സിനിമയിൽ വന്നതിന് ശേഷമുള്ള ടോവിനോ തോമസിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള ടോവിനെ കുറിച്ച് ആർക്കും വലിയൊരു ഐഡിയ ഇല്ല. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിനെ കുറിച്ചാണ്. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ ഗ്യാങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മുൻഷുണ്ടികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ വാക്കിൽ പറയാൻ പോകുന്ന ടോവി എന്നാണ്. അതുകൊണ്ടാണല്ലോ നീ +2 കോളേജിലൊക്കെ ഇഷ്ടംപോലെ തല്ല് മക്കണൊക്കെ ഉണ്ടാക്കി കൂട്ടിയത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അപ്പം നിൻ്റെ കൂടെ എനിക്ക് കലിക്കിയിലും ഇടക്കാട് പറ്റിയാലും അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സെറ്റിലും നിൻ്റെ ഈ ഷോർട്ട് ടെമ്പേർനെസ്സിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മുതലാക്കാനായിട്ടുള്ള പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നീ എല്ലാ സിറ്റുവേഷനിലും മോനെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് ഒഴുകി തെന്നി മാറിപ്പോയി, ആർക്കും പിടുത്തം കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അതായത് നീ നിൻ്റെ ഫെയിം കാക്കാൻ വേണ്ടി ഇത് പ്രിറ്റൻഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ശരിക്കും അവിടെ മാറിപ്പോയോ? ഗംഭീര ചോദ്യം. അതിനകത്ത് ഞാൻ ഇന്നാള് ചോദിച്ചിരുന്നു, ഇപ്പോ ടെക്നിക്കലി 4 സിനിമയിൽ അഭിനയിച്ചല്ലോ. അപ്പൊ ലാസ്റ്റ് ഇയർ 2017 നവംബറിലാണ് ഞാൻ ഫസ്റ്റ് ടോവിയായിട്ട് മീറ്റ് ചെയ്യുന്നത് തീവണ്ടിയുടെ സെറ്റില്. ആ സമയത്ത് നിന്ന് ഇതുവരെ അന്ന് കുറച്ചുകൂടെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടില് പച്ചമലയാളത്തിൽ വിളവ് പിടിച്ചു മൂപ്പർ ചോദിച്ചതാണ് സ്വഭാവം യഥാർത്ഥത്തിൽ മാറിയതാണോ അത് നീ വിളവെടുക്കുന്നത്? അല്ല, അത് ഞങ്ങള് എന്റെ അപ്പന്റെ അനീതിയുടെ മകനാണ് ധീരജ്. ഞങ്ങള് കസിൻ ബ്രദേഴ്സ്. പണ്ട് ഞാൻ ഈ വഴക്ക് കൂടി എന്ന് പറയുന്നത് മറ്റേ ക്രിക്കറ്റ് കളിക്കുമ്പോ ഔട്ടായില്ല എന്ന് സമ്മതിക്കുന്നതും അങ്ങനെ ഔട്ടായില്ല. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വീട്ടിലും അങ്ങനെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ഭയപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അത് ട്രിഗർ ടോവിനോ ശരിക്കും നന്നായി. അതെന്താ അറിയാമോ, ഞാൻ ഒരു കോളേജിന്റെ ഒരു അവസാനം എന്നൊക്കെ ആ ഒരു സമയത്ത്, അതായത് സിനിമയിലൊക്കെ വരുന്നതിനേക്കാൾ മുമ്പാണ്, ഞാനൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ടുണ്ട്. ആ ഷോർട്ട് സ്റ്റോറി ഭയങ്കര ചെറിയ ലൈറ്റായിട്ട് കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന ഭാഷയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല, പക്ഷെ അതിന് നല്ല അർത്ഥമുണ്ടെന്ന് തോന്നി. അതായത് ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്ന ആളായതുകൊണ്ട് എനിക്കത് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. വായിക്കാൻ പറഞ്ഞു തന്നെ എനിക്ക് കിട്ടിയതാണ്. ഇത്രേ ഉള്ളൂ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ഹസ്ബൻഡ് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്, വൈഫിനെ എപ്പോഴും ചീത്ത പറയും. ചീത്ത പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് മറ്റേ അങ്ങനെ ഒരു വെറുപ്പ് കൊണ്ടല്ലോ ചീത്ത പറയുന്നത്, ഒരു ഇൻസ്റ്റന്റിൽ വരുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. ഒരു ഈ ക്ഷിപ്രകോപി ക്ഷിപ്രപ്രസാദി എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത് അത് അയ്യോ ഉത്തരം പറയേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ പോയി സോറിയും പറയും. പറയും ഓക്കെ പറയും. പക്ഷെ കാലക്രമേണ പിന്നെ ഇതൊരു പതിവായി. ഇയാൾ ചൂടാവും, എന്നിട്ട് ഇയാൾക്ക് തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നി ഇയാൾ പോയി മാപ്പ് പറയും. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാര്യ ഇയാൾക്കൊരു വുഡൻ പ്ലാങ്ക് കൊടുക്കും, ഒരു പലക കൊടുത്തിട്ട് പറയും, കുറച്ച് ആണിയും ഒരു ചിറ്റിയും കൊടുക്കും. അപ്പോൾ ഇനി എന്നെ ചീത്ത പറയുന്ന സമയങ്ങളിൽ, എന്നോട് ദേഷ്യപ്പെടുന്ന സമയങ്ങളിൽ ഇതിലൊരു ആണി അടിക്കുക, എന്നോട് സോറി പറഞ്ഞു കഴിയുമ്പോൾ ഈ ആണി കുറച്ച് കളയുക എന്നാണ്. അപ്പോൾ ഈ പലക ആദ്യം കൊടുക്കുമ്പോൾ തന്നെ പുള്ളിയോട് ചോദിക്കുന്നത് ഓടിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പുള്ളി ഓടിക്കാമെന്ന് നടക്കുന്നില്ല. പക്ഷേ ഈ ആണി അടിച്ച് ഓരോ തവണ ഇയാൾ ദേഷ്യപ്പെടുമ്പോഴും ആണി അടിക്കും. ദേഷ്യം മാറി കഴിയുമ്പോൾ ആണി കുറച്ച് കളയും, സോറി പറഞ്ഞു കഴിയുമ്പോൾ. ഒരു മാസം 2 മാസം കഴിയുമ്പോൾ ഭാര്യ ആ പലക എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ആ പലക ഒന്ന് ഒടിച്ച് നോക്കാൻ പറഞ്ഞു. വളരെ ഈസിലി ഒടിഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മളുടെ റിലേഷൻഷിപ്സിനെ, ഇപ്പോൾ ഭാര്യയുമായിട്ടുള്ളത് മാത്രമല്ല പറയുന്നത്, സുഹൃത്തുക്കളായിട്ടും കസിൻസായിട്ടും ഒക്കെ ഈ റിലേഷൻഷിപ്സ് കാത്തു സൂക്ഷിക്കാനായിട്ട് ആ ഷോർട്ട് ടെമ്പേർഡ് നേച്ചറിനെ ഒന്ന് മയപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ എപ്പോഴും കണകോണ ഈ കാര്യങ്ങൾക്കൊക്കെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ യഥാർത്ഥത്തിൽ ടോവിനോ നന്നായി കൊടുക്കുക. പക്ഷേ ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച നന്നായില്ല.